സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. നമ്മളിന്ന് കളിക്കാൻ പോകുന്നത് മൈൻക്രാഫ്റ്റാണ്. മൈൻക്രാഫ്റ്റിൽ അവിടെ ലെറ്റ്സ് പ്ലേ വേൾഡാണ്. ഞാൻ കുറേ ദൂരം വന്ന് ഇങ്ങനെയൊക്കെ ചെയ്ത് ഞാൻ കുറേ ഓഫ് ക്യാമറ മൈനിങ്ങിനൊക്കെ പോയിട്ടും 20 അയണോറ് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഞാൻ ഈ ഷീപ്പിനൊക്കെ ഒന്ന് തല്ലിക്കൊരാട്ടോ, അല്ലെങ്കിൽ ഫുഡ് ഉണ്ടാവില്ല. 20 അയണോറ് കണ്ടുപിടിച്ചിട്ടുണ്ട് എന്തായാലും. അപ്പം ആദ്യം നിങ്ങൾക്കറിയാം ഞാൻ വന്നത് ഏതൊരു ബെർച്ച് ഫോറസ്റ്റോ ഓക്ക് ഫോറസ്റ്റോ അങ്ങനെ ഏതോ ഒരു സ്ഥലത്താണ്. എനിക്കൊരു കറക്റ്റായിട്ട് ഓർമ്മയില്ല. അത് ഒന്നുമില്ല. അപ്പോൾ നമ്മൾ ഓക്ക് ഫോറസ്റ്റിലാണ് വന്നത്. ആദ്യം തന്നെ ജനിച്ചു പോണത് ഓക്ക് ഫോറസ്റ്റിലാണ്. നമ്മൾ വീണ്ടും അവിടുന്ന് ആ ലേക്ക് കുറേ നേരം കിടന്നപ്പോൾ ബോട്ടിൽ ലേക്കിൽ കൂടെ കുറേ നേരം പോയപ്പോൾ ഒരു ഓഷനായി. ആ ഓഷനിൽ കൂടെ പിന്നെ കുറേ നേരം സഞ്ചരിച്ചപ്പോൾ ഈ ഒരു സ്ഥലത്തെത്തി. ആ ഓഷനിൽ നിന്ന് കുറേ ദൂരെ എത്തോട്ട് വന്ന് ഞാൻ അങ്ങനെ ഈ ഒരു ഫോറസ്റ്റും പ്ലെയിൻസൊക്കെ കണ്ടുപിടിച്ചു. അങ്ങനെയാണ് ഈ സ്ഥലത്ത് എത്തിയത്. ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ എത്തിയത്. ഈ കേവിൽ നിന്നും ഒക്കെ കൂടിയിട്ടാണ് ഞാൻ കണ്ടുപിടിച്ചത്. ഈ കേവ് ഫുള്ളായിട്ട് ഞാൻ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. ഉള്ളിലോട്ട് എന്താണെന്ന് നോക്കാം. ഈ കേവ് ഫുള്ളായിട്ട് ഞങ്ങൾ നല്ല ഒരു സോംബി ഇത്രയുള്ളൂ ഒരെണ്ണം. ഈ കേവിൽ കുറേ സ്ഥലമുണ്ട്. ഈ കേവ് ഇങ്ങനെ കുറേ ഇങ്ങനെ പൊക്കോണ്ടേയിരിക്കും. അതാണ് ഈ കേവ് ഞാൻ എക്സ്പ്ലോർ ചെയ്യാത്തത്. അധികം കുറേ ഇങ്ങനെ പൊക്കോണ്ടിരിക്കും. ഇതിൻ്റെ കുഴപ്പം അതാണ്. ഇത് കുറേ ഇങ്ങനെ പറഞ്ഞ പോലെ 2 സ്കെലിട്ടൺ വേണ്ട, 1 സ്കെലിട്ടണാണ് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ. പക്ഷെ 2 സ്കെലിട്ടൺ വേണ്ട. സ്കെലിട്ടൺസ് നല്ല ഡേഞ്ചറാണ്. എന്തിനാ ഞാനിങ്ങനെയൊക്കെ പറയണേ? ഞാൻ ഈ കീപ്പ് ഇൻവെർട്ടറി ഓൺ ആക്കിയിട്ടുണ്ട്. പിന്നെ ഈ ഹാർഡ് കോറും അല്ല, സർവൈവലാണ്. നമുക്ക് ഇതൊക്കെയാണ് കിട്ടിയത്. 20 അയണോറ്, 34 ലാപ്പിസ്, 44 കോപ്പർ. നമുക്ക് എന്തായാലും 24 അയൺ വേണം ഈ സംഭവം ഉണ്ടാക്കാൻ. ഫുൾ അയൺ ആർമർ ഉണ്ടാക്കാൻ, ആർമറും ടൂൾസും കൂടെ ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഇത് 35 എണ്ണം വേണ്ടി വരും. 35 അയണോറ് വേണ്ടി വരും ഉണ്ടാക്കാൻ. ഇത് അങ്ങനെയാണ്. 35 എണ്ണം വേണ്ടി വരും അയണോർ. അങ്ങനെ ഇതാണ് നമ്മുടെ പുതിയ ലെറ്റ്സ് പ്ലേ വേൾഡ്. ഇത് നമുക്ക് ഒരു കാര്യം ചെയ്യാം. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ കോപ്പറില്ലേ, കോപ്പർ എല്ലാം കൂടെ എടുത്ത് സ്മെൽറ്റ് ചെയ്യും. ബെഡ് ഇവിടെ വെച്ചേക്കാം. ബെഡ് എടുക്കട്ടെ. ഞാൻ എന്തായാലും ഇപ്പം ഒന്നും പോകണില്ല. ബെഡ് ഇവിടെ വെക്കാം. ഫുഡ് എടുക്കട്ടെ. ഞാൻ ഫുഡ് കഴിക്കാം. ഇപ്പം ഞാൻ എന്തായാലും ഒരു ഷീൽഡും ആർമറും ടൂൾസും ഉണ്ടാക്കിയിട്ട് പോകണം. ഈ കോപ്പർ എന്ന് വെച്ചാൽ ഈ മറ്റേ സ്റ്റോണിനെക്കാട്ടിലും കുറച്ചുകൂടെ നല്ലതാണ്. മീൻസ് റെഡ് സ്റ്റോണ് അങ്ങനത്തെ ഡയമണ്ട് എമറാൾഡ് സ്റ്റോണിന് മൈൻ ചെയ്യാൻ പറ്റുമോ എനിക്കറിയില്ല. റെഡ് സ്റ്റോണൊന്നും എന്തായാലും ഞാൻ ഇത് സ്മെൽറ്റ് ചെയ്തുകൊണ്ട് നിങ്ങളെ ബീറ്റ് ചെയ്യാം. അപ്പോൾ ബൈ. അങ്ങനെ ഞാൻ സ്മെൽറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ സ്മെൽറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഞാൻ ഒന്ന് ചാവട്ടെ. ചത്ത്. ഇനി നമുക്ക് ഈ സാധനം എടുത്തിട്ട് 38 എണ്ണം ആയിട്ടുണ്ട്. ഇതെടുത്തിട്ട് ഒരു ആർമർ ഷീൽഡും ഉണ്ടാക്കാം. ഈ എപ്പിസോഡിൽ ഈ അയൺ കുറേ കിട്ടുകയാണെങ്കിൽ നമ്മൾ ഈ അയൺ ടൂൾസ് ഔട്ടോ അയൺ ആർമറും ടൂൾസിലോട്ട് മാറും. കോപ്പർ CC എന്നൊക്കെ അടിച്ച് വെച്ചേക്കണേ. ഈ 9 വൂളി
ഇത്രയും വൂളൻ എനിക്ക് എന്തിനാണ്? നമുക്ക് 4-5 ബെഡ് ഉണ്ടാക്കി വെക്കാം. കിങ് സൈസ് ബെഡ്. രാജാവാണ് ഞാൻ, രാജാവ്. നമുക്കൊരു കിങ് സൈസ് ബെഡൊക്കെ വേണം. നമ്മൾ അങ്ങനെ കോപ്പറിൻ്റെ ആർമർ ഉണ്ടാക്കിയിരിക്കുകയാണ്. പിന്നെ നമുക്ക് കുറച്ച് ടൂൾസും കൂടെ ഉണ്ടാക്കണം. അങ്ങനെ ടൂൾസ് ഉണ്ടാക്കുകയാണ്. ആദ്യം ഒരു പിക്കാക്സ്, പിന്നെ ഒരു ആക്സ്, പിന്നെ ഒരു സോഡ്. ഈ സാധനം കിട്ടക്കള. അതിന് ഒരു സോഡും കൂടെ ഉണ്ടാക്കണം. സോഡ അവിടെ അത് അതേ സോഡ്. നമുക്ക് സ്പിയർ വേണോ? സ്പിയർ വേണ്ട. സ്പിയർ ഒരു കുഴപ്പമില്ല. പക്ഷേ ഈ കോപ്പറിൻ്റെ സ്പിയർ ഉണ്ടാക്കി എത്ര ഗുണമല്ല. നമുക്കൊരു ഷീൽഡും കൂടെ ഉണ്ടാക്കിയേക്കാം. അങ്ങനെ ഷീൽഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ഷീൽഡ് എടുത്ത് ഇങ്ങോട്ട് വെക്കുന്നു. ഈ സാധനം എടുത്ത് കളയുന്നു. ഈ വിത്ത് കൊടുത്ത് കളയണം. ഇനി നമുക്ക് ഈ ആർമറൊക്കെ അങ്ങ് എക്വിപ്പ് ചെയ്തേക്കാം. അങ്ങനെ നമ്മൾ ഇനി ഒരു യുദ്ധത്തിന് തയ്യാറായിരിക്കുന്നു. അതുകൊണ്ട് ആ തീയൊക്കെ കത്തണുണ്ടോ? അതാണ്. നമുക്ക് ഈ കോളും കൂടെ കുറച്ച് മൈൻ ചെയ്ത് എടുക്കാം. കണ്ടോ, ഈ കോപ്പറിന് നല്ലോണം ലാഗ് ഉണ്ട്. ഈ കോപ്പറിന് സ്റ്റോണിനെക്കാട്ടിലും മൈനിങ് സ്പീഡ് കൂടുതലാണ്. അതാണ് കോപ്പറിൻ്റെ ഗുണം. സ്റ്റോണിനെക്കാട്ടിലും മൈനിങ് സ്പീഡ് കോപ്പറിന് കൂടുതലാണ്. പക്ഷേ ഡയമണ്ട്, എമറാൾഡൊന്നും റെഡ് സ്റ്റോണൊന്നും കോപ്പറിനെ കൊണ്ട് മെയിൻ ചെയ്യാൻ പറ്റില്ല. അതിനൊക്കെ അയൺ പിക്കാക്സ് തന്നെ വേണം. ഒരു ക്രീപ്പർ വരുന്നു. ക്രീപ്പർ എന്നെ കണ്ടില്ല. നമുക്ക് സൈഡിൽ കൂടെ പോയതേ ക്രീപ്പർ എന്നെ കണ്ട് അങ്ങനെ പിടിച്ച. ഇത് നേരെ പോകാമല്ലോ ഇനി. നമുക്ക് നേരെ പോവാം. അയ്യോ, ഞാൻ വിചാരിച്ച് ചത്തിട്ടില്ല. ഇപ്പം ചാവുന്നതായിരിക്കും. നമുക്ക് എന്ത് സ്റ്റിക്ക് വേണം, സ്റ്റിക്ക്. എന്നാലേ നമുക്ക് ഇതുണ്ടാക്കാൻ പറ്റുള്ളൂ. ടോർച്ച്. ഈ ടോർച്ച് ഉണ്ടാക്കണം. അങ്ങനെ നമ്മൾ ടോർച്ച് ഉണ്ടാക്കി. 64 എണ്ണമായി. ഇനി ഒരു എത്ര എണ്ണം ഉണ്ടാക്കാൻ പറ്റുമോ? ഉണ്ടാക്കാൻ പറ്റാൻ അത്രത്തോളം ഉണ്ടാക്കാം, അല്ല എടുക്കാം. ഇനി അങ്ങനെ താഴേക്ക് പോയ എങ്ങനെ തിരിച്ചിറങ്ങും? അല്ല, ഇറങ്ങില്ല, കയറണ എങ്ങനെയാവും? താഴെ ഒരു 3 ഗ്ലോ സ്ക്വിഡ് താഴെ ഒറ്റ ടൈമിൽ സ്പോൺ ആയതാണ് തോന്നുന്നു. നേരത്തെ സ്പോൺ ആയതാണെന്ന് അറിയില്ല. ഇവിടെ നിന്ന് നോക്കിയിട്ട് അയാളൊന്നും കാണല്ല. താഴെ സൈഡിൽ നിൽക്കണ അയണാണോ? ചാടിയാൽ പിന്നെ തിരിച്ച് കയറാൻ പറ്റില്ല. തിരിച്ച് കയറണേ എന്തായാലും വേണ്ടി വരും. ആദ്യം തന്നെ ഒരു ടോർച്ച് താഴ്ക്കട്ടെ. മണ്ടൻ എന്തിനാ ഈ ടോർച്ച് താഴ്ക്കട്ടെ? മണ്ടൻ ടോർച്ച് താഴ്ക്കട്ടെ. എന്തായാലും വരണത് വരട്ടെ. ചാടണോ? താഴെ 2 സോംബിയും കാണാനുണ്ട്. ചാടണോ? എന്തായാലും എടുത്ത് ചാടാം. എന്തായാലും ഒറ്റ ചാട്ടം വെച്ച് കൊടുക്കുക. അല്ല, ഞാൻ തിരിച്ചു പോകാൻ ചത്താൽ പോരെ. കീപ്പ് ഇൻവെർട്ടർ ഇല്ലേ ഞാൻ. അവിടുന്ന് കണ്ട ശരി തന്നെ. അതിൽ ഒരെണ്ണ കിട്ടിയുള്ളൂ. കുഴപ്പമില്ല, ഒരേണയിലും കിട്ടിയല്ല. അത് ധാരാളം. ഒരേന്ന് തന്നെ ധാരാളം. ഇത് സോംബിയൊക്കെ വരുന്നു.
യോ ആ സോംബി സോംബി ഇനി അതെ 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 ഒരു സ്കെലിട്ടൺ നിൽക്കുന്നു. അയ്യോ ഈ ചാവാൻ വയ്യ ഇങ്ങനെ അങ്ങ് പോയേക്കാം. പിന്നെ ഇങ്ങനെ അങ്ങ് കൊല്ലണം. അപ്പം ഈ ക്രോസ് ഹെയർ സൈഡിൽ അയണും കാണും. ഇവനെ പെട്ടെന്ന് വന്നാൽ നമുക്ക് പെട്ടെന്ന് അയൺ എടുത്തിട്ട് പോകാം. ഞാൻ എന്ത് ക്യൂ ഞെക്കി പിടിക്കുന്നു. ഇവനെ അങ്ങ് കൊല്ലണം. ഇവനെ ആ മൂലക്കിട്ട് ട്രാപ്പ് ചെയ്ത് നമുക്ക് കൊല്ലാം. 2 ഹാർട്ടിൽ ഇപ്പം ചാവും ഞാൻ ഇപ്പം ചാവും. ഇല്ലല്ല ചത്തുവോ പെട്ടെന്ന്. ഇവൻ ഈ മൂലയ്ക്ക് അങ്ങ് ട്രാപ്പായി കിട്ടി. ഉദ്ദേശിച്ചതുപോലെ തന്നെ. ഇനി ഇവന് ഇവിടെ നിന്ന് ഇങ്ങനെ കൊല്ലണം. അങ്ങനെ കൊന്ന് അതിനെ കൊന്ന് നോക്കി അയൺ കിട്ടി. നോക്കി മട്ടനും തിന്നിട്ട് ഈ അയണോർ എടുക്കാം. ടോർച്ചൊക്കെ അയൺ അങ്ങനെ അയൺ കിട്ടി. നമുക്ക് കുറേ അയൺ കിട്ടി. അയൺ അങ്ങനെയൊക്കെ അയണും കിട്ടി. അയൺ കിട്ടി. അയൺ കിട്ടിയിരിക്കുന്നു. ഇനി നമുക്ക് മുകളിലേക്ക് കയറണം. ഇനി കയറാം. അങ്ങനെ അയൺ കിട്ടിയെന്നാണ്. ഇനി മുകളിലേക്ക് കയറാനായിട്ട് പോകുന്നു. അല്ല മുകളിലേക്ക് കയറാൻ ചത്താൽ പോരെ. കുറേ സോംബി ഉണ്ട് ഇവിടെ. അപ്പം നമുക്കിങ്ങനെ ഈ ക്രീപ്പറിനെയൊക്കെ കൊല്ലണം. കുറേ സോംബി ഉണ്ട് ഇവിടെ. സോംബി ഇപ്പം എന്നെ കൊല്ലും കേട്ടോ. സോംബി എന്നെ കൊല്ലാനുള്ള സോംബി ഇതുവരെ ഒരു സോംബി പോലും എന്നെ കൊല്ലാൻ വളർന്നിട്ടില്ല. അയ്യോ ക്രീപ്പർ ചിലപ്പോൾ എന്നെ കൊല്ലും. സോംബി എന്നെ കൊല്ലില്ല. ദേ സോംബി വരുന്നു. അല്ല നമുക്ക് ചത്താൽ പോരെ. മുള്ളെത്താൻ ചത്ത് കൊടുക്കാം. ഗൈസ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഒരു ഇന്ത്യയാന്ന് കിടക്കട്ടെ എന്നിട്ട് പറയാം. എന്നുള്ള എന്നിട്ട് ഗൈസ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ബൈ. അടുത്ത വീഡിയോയിൽ നമ്മളൊരു വീടും പണിയുന്നതായിരിക്കും.